പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നയിക്കുന്ന നോമ്പുകാലത്തിലാണ്. ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകമായി സഭയുടെ വിശ്വാസമനുസരിച്ചുള്ള നമസ്കാരം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യേകമായി പഠിക്കുന്നതിനും ആ പാഠം നമ്മളുടെ ഈ നോമ്പുകാലത്ത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിനും പ്രത്യേകമായ ഒരു പഠനം, ഒരു നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുകയായിരുന്നു. കൂട്ടുകാർ അങ്ങനെ അത് പ്രാവർത്തികമാക്കുന്നു എന്ന് ഞാൻ പ്രത്യേകമായി ഉറയ്ക്കട്ടെ. ഈ അവസരം, ഈ നോമ്പുകാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം നമുക്ക് പഠിക്കുന്നതിന് ശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സഭ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ വയ്ക്കുന്ന വേദഭാഗങ്ങൾ, ആ വേദഭാഗങ്ങളിൽ ശ്രദ്ധേയമായ 8 കൂട്ടം ആളുകൾ. അവരാരൊക്കെയാണ്? അവരുടെ സവിശേഷതകൾ എന്താണ്? തീർച്ചയായും അതൊരു നല്ല എക്സർസൈസ് ആയിരിക്കും. ദൈവവചനം പഠിച്ച് അന്വേഷിച്ച് ഈ 8 കൂട്ടം ആളുകളുടെ ജീവിതത്തിലെ സവിശേഷത നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മളുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും ശുദ്ധീകരിക്കുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ ഒരുക്കത്തോടുകൂടെ സംബന്ധിക്കുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ആരൊക്കെയാണ് ഈ 8 കൂട്ടം ആളുകൾ? വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-2 അധ്യായങ്ങൾ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-2 അധ്യായങ്ങൾ, ഈ 4 അധ്യായങ്ങൾ നമ്മൾ പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് വായിക്കാം. അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ 8 കൂട്ടം ആളുകളെ, അവരുടെ ജീവിതത്തിൻ്റെ സവിശേഷത എന്താണ്, ഓരോ വ്യക്തിത്വവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്, അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുന്നത് തീർച്ചയായും നമ്മളെ ഒരുക്കും. ദൈവവചനം തീർച്ചയായും നമ്മളെ ഒരുക്കുന്നതിന് സഹായിക്കും, സംശയമില്ലല്ലോ. ആരാണ് 8 കൂട്ടം ആളുകൾ? 1 സക്കറിയാവാണ്. സക്കറിയാവ് ഒരു പുരോഹിതനായിരുന്നു. സക്കറിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. എപ്പോഴാണ്? അവൻ ദേവാലയത്തിൽ ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ ധൂപമർപ്പിക്കുന്ന സമയത്ത് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ച് അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. അങ്ങനെ ദൈവം ഇടപെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുന്ന മുന്നോടിയായി പിൽക്കാലത്ത് തീർന്ന യോഹന്നാൻ സ്നാപകന് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ആചാര്യശ്രേഷ്ഠനായിരുന്നു സക്കറിയാവ്. രണ്ടാമത്തെ ആളത്വം എലിസബത്താണ്. സക്കറിയാവും എലിസബത്തും ദമ്പതികളായിരുന്നു. അവരെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ, 2 പേരെയും സംബന്ധിച്ച് 2 കാര്യങ്ങൾ ലൂക്കോസ് സുവിശേഷകാരൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവരിരുവരും നീതിയുള്ളവരായിരുന്നു. അവരിരുവരും അവരുടെ നടപടികളിൽ കുറ്റമില്ലാത്തവരായിരുന്നു. സക്കറിയ ആൻഡ് എലിസബത്ത്, they were just and they were blameless. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. കാരണം എന്താണ്? അവർ നീതിയുള്ളവരും ദൈവവചനത്തിന് അനുസരണമായി ജീവിതത്തെ കുറ്റമില്ലാതെ
ക്രമീകരിച്ച് അതിൻ പ്രകാരം ദൈവവചനപ്രകാരം നടന്നവരുമായിരുന്നു എന്നാണ്. മൂന്നാമത്തെ ആൾ ആരാണ്? തീർച്ചയായും കന്യകമറിയാമാണ്. കന്യകമറിയാമിൻ്റെ 2 സവിശേഷതകൾ പ്രത്യേകം അടിവരയിടണം. കന്യകമറിയാം ഭക്തയായിരുന്നു, കന്യകമറിയാം പരിശുദ്ധയായിരുന്നു. ഭക്തയും പരിശുദ്ധയുമായ കന്യകമറിയാമിൻ്റെ ജീവിതത്തിലാണ് ദൈവം ഇടപെടുന്നു. ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചു. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വന്ന് അവളോട് നിന്നിലൂടെ ലോകത്തിൻ്റെ രക്ഷകൻ പിറക്കുമെന്ന സദ്വാർത്ത അറിയിക്കുന്നത്. പ്രഭാതത്തിൽ വീട്ടുജോലിയൊക്കെ പൂർത്തീകരിച്ച് രാവിലെ നമ്മളുടെ സമയം 9 മണി, മധ്യപൂർവ്വ ഏഷ്യയിലെ 3-ാം മണി, അന്നത്തെ കാലത്തെ 3-ാം മണി, രാവിലെ 3-ാം മണി, നമ്മുടെ 9-ാം മണി സമയത്ത് യാമപ്രാർത്ഥനയ്ക്ക് നേരമായി. അവൾ ഉൾമുറിയിലേക്ക് കടന്ന് വസ്ത്രത്തുമ്പ് തലയിലിട്ട് ദൈവാഭിമുഖമായി നിന്ന് കണ്ണുകൾ ഉയർത്തി കൈകൾ മലർത്തി കുമ്പിട്ട് ദൈവത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവദൂതൻ വന്ന് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനുള്ള നിയോഗം കന്യകമറിയാമിനാണ് എന്ന് അറിയിക്കുകയായിരുന്നു. കന്യകമറിയാം ഭക്തയും പരിശുദ്ധയുമായിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. 4-ാമത് യൗസേപ്പാണ്. യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് പ്രത്യേകം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യൗസേപ്പ് നീതിമാനായിരുന്നു. 5-ാമത് യേശുക്രിസ്തുവിൻ്റെ തിരുജനനം മാലാഖമാർ അറിയിച്ച ആട്ടിടയരാണ്. അവർ നിഷ്കളങ്കരായിരുന്നു. അവർ ആടുകളെ നോക്കി വെളും പ്രദേശത്ത് അവർ രാത്രിയിൽ ചെലവഴിച്ചിരുന്ന സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തെ സംബന്ധിച്ച് അവരെ അറിയിക്കുന്നത്. ആട്ടിടയർ 5-ാമത് വരുന്ന ആളുകളാണ്, ഒരു കൂട്ടം ആളുകളാണ്. 6-ാമത്തേത് 3 വിദ്വാൻമാരാണ്. ആ വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണുവാൻ കിഴക്ക് നിന്ന്, വളരെ ദൂരെ നിന്ന് നക്ഷത്ര തെളിച്ചത്തിൻ്റെ സഹായത്തോടെ ബേത്ലഹേമിൽ വന്ന് കുമ്പിട്ട് നമസ്കരിച്ച് കാഴ്ചകൾ സമർപ്പിക്കുന്നതായി നാം കാണുകയാണ്. ബേത്ലഹേമിൽ ജനിച്ച വീണ്ടെടുപ്പുകാരനെ കാണുവാൻ നിയോഗം ലഭിച്ച ദൈവാന്വേഷികളായിരുന്നു ഈ വിദ്വാൻമാർ. യേശുക്രിസ്തുവിനെ വീണ് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിക്കുവാൻ ദൂരെ നിന്ന് അവർ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു വന്നു എന്ന് വിദ്വാൻമാരെ സംബന്ധിച്ച് നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രത്യേകമായി നാം വായിക്കുന്നു. അവർ വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണുവാൻ ഭാഗ്യം ലഭിച്ച അന്വേഷികളായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 7-ാമത് ദേവാലയത്തിൽ യെരുശലേമിൽ ജീവിച്ചിരുന്ന വയോവൃദ്ധനായ ശമോവനായിരുന്നു. ശമോവനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ വിശേഷണം സുവിശേഷത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മ നിറമുള്ള വയോവൃദ്ധനായ ഒരു ഭക്തനായിരുന്നു ഷിമോൻ എന്ന് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. അയാൾക്ക് യേശുക്രിസ്തുവിനെ കൈകളിൽ വഹിക്കാനും തമ്പുരാൻ ഒരുക്കിയിരുന്ന വലിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അത്ഭുതത്തോടെ പറയുവാനും ഷിമോനെ ദൈവം അനുവദിച്ചു, അതിനവസരം നൽകി,
കാരണം പരിശുദ്ധാത്മ നിറവുള്ള ഭക്തനായിരുന്നു ശീമോൻ. 8ാമത് ഹന്ന എന്ന വയോവൃദ്ധ. ഹന്നയെ സംബന്ധിച്ച് ലൂക്കോസ് സുവിശേഷകാരൻ 2-ാം അധ്യായത്തിൽ പ്രത്യേകം എഴുതുകയാണ്, ഹന്ന ദേവാലയം വിട്ടുപിരിയാതെ രാവും പകലും ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നാണ്. ദേവാലയം വിട്ടുപിരിയാതെ ഹന്ന രാവും പകലും ദൈവത്തെ ആരാധിച്ചു പോന്നു. ഈ ഹന്നയ്ക്ക് യേശുക്രിസ്തുവിനെ കാണുവാനും സായുജ്യം അടയുവാനുമുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. ഈ 8 കൂട്ടം ആളുകൾ, ആ 8 കൂട്ടം ആളുകൾ, ഇവരിൽ ആരുടെ സവിശേഷതയാണ് നമ്മളെ ഏറെ ആകർഷിക്കുന്നത്? അതോ ഈ 8 കൂട്ടം ആളുകളുടെയും ജീവിത പ്രത്യേകത നമ്മളെ മുഴുവനായി ആകർഷിക്കുന്നുണ്ടോ? അതെന്തുമാവട്ടെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളും വായിക്കുക. ഈ 8 കൂട്ടം ആളുകൾ, സഖറിയാവ്, എലിസബത്ത്, കന്യകമറിയാം, യൗസേപ്പ്, ആട്ടിടയർ, വിദ്വാൻമാർ, ശീമോൻ, ഹന്ന, ഇവരെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ ഊന്നിക്കൊണ്ട് പഠിക്കുക. ഈ അധ്യായങ്ങൾ വായിക്കുക, പഠിക്കുക. അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തെന്ന് ഞാൻ വളരെ സംക്ഷിപ്തമായി മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ അത് നിങ്ങൾക്ക് കഴിയുവോളം വിശദമായി അതൊരു നോട്ട്ബുക്കിൽ എഴുതി അത് ഹൃദയത്തിൽ പതിപ്പിച്ച് ഈ നോമ്പുകാലം തീർച്ചയായിട്ടും അനുഗ്രഹകരമാക്കുവാൻ നമ്മെ സഹായിക്കും, സംശയമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ, ദൈവം ഇടപെടുന്നവർ എന്ന് നമുക്കിതിന് തലക്കെട്ട് കൊടുക്കാം. ദൈവം ഇടപെടുന്നു, ദൈവം ഇടപെടുന്നവർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിലേക്ക് പ്രത്യേകമായി ഒരുങ്ങുന്ന ഈ സന്ദർഭം, ഈ 8 കൂട്ടം ആളുകൾ, വിദ്വാൻമാർ നിഷ്കളങ്കരായിരുന്നു. 8 കൂട്ടം ആളുകൾ, അവരുടെ സവിശേഷതകൾ തീർച്ചയായും നമുക്ക് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ ആത്മാവിനെ വചനപ്രകാരം ഈ വ്യക്തികളുടെ സവിശേഷതകൾ ഓർത്തുകൊണ്ട് ക്രമീകരിക്കുവാനും അങ്ങനെ അനുഗ്രഹകരമായ ജനന പെരുന്നാളിലേക്ക് നമുക്ക് അർത്ഥപൂർണമായി സംബന്ധിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.